താരസംഘടനയായ അമ്മയിൽ പുതിയ നേതൃത്വം, വനിതകൾ നേതൃത്വം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽനാഥ്, താരസംഘടനയായ അമ്മയ്ക്ക് പുതിയ നേതൃത്വം, വനിതകൾ ഭൂരിപക്ഷമായ ഒരു സംഘടന രംഗത്ത് വരുമ്പോൾ, അതിൻ്റെ നേതൃത്വത്തിൽ വനിതകൾ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ വനിതകളും ഒട്ടേറെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വനിതകളുടെ ശാക്തീകരണത്തിനായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ അമ്മ സംഘടന കൈക്കൊള്ളുമെന്നുള്ളതാണ് ആദ്യമായി അറിയേണ്ട കാര്യം. ആദ്യം തന്നെ ഒരുപക്ഷെ ശ്വേതാ മേനോൻ പറഞ്ഞത് ഈ അമ്മയുമായി തെറ്റിപ്പിരിഞ്ഞ് WCC രൂപീകരിച്ചവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഉയർന്നൊരു പ്രശ്നമുണ്ട്. WCC രൂപീകരിച്ച സാഹചര്യം ഏതാണ്? അന്ന് ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരെടുത്ത നിലപാടെന്താണ്? നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇവരെടുത്ത നിലപാടെന്താണ്? ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് നടപടിയായിരിക്കും ഇവർ കൈക്കൊള്ളുക? ആദ്യത്തെ നടപടി പറഞ്ഞു WCCയിലെ അംഗങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. എന്താണ് ഈ അമ്മയുടെ പുതിയ നേതൃത്വത്തിൻ്റെ ഭാവി പരിപാടികൾ? സിജു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ WCC രൂപീകരിച്ച ആ ഒരു സാഹചര്യം ഒക്കെ തന്നെ അറിയാവുന്നതാണ്. 2017 നടിയെ ആക്രമിച്ച ആ ഒരു സംഭവം, ആ ഒരു സമയത്ത് ഈ അമ്മ എന്ന താരസംഘടനയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഭാരവാഹികൾ എടുത്ത നിലപാട്, അതൊക്കെയാണ് ഈ സംഘടനക്കകത്തുണ്ടായിരുന്ന മറ്റ് വനിതകളെ ഒക്കെ പ്രകോപിപ്പിച്ചത്. ആ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ അമ്മയിൽ നിന്നും വിട്ടുനിന്ന് ഈ വുമൺസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന ഈ ഒരു സംഘടന രൂപീകരിച്ച് അതിലേക്ക് മാറിയ ഒരു സാഹചര്യം. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി ഇവരെ വീണ്ടും ഈ അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അമ്മയുടെ പുതിയ ഭാരവാഹികൾ കടക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരുന്നു, ശ്വേതാ മേനോൻ പ്രസിഡന്റായി വരുന്നു. അതേപോലെ മറ്റ് എല്ലാ പ്രധാനപ്പെട്ട പദവികളും സ്ത്രീകൾ തന്നെ ഏറ്റെടുത്ത ഈ ഒരു സാഹചര്യത്തിൽ 8 പേരാണ് ഈ അമ്മയുടെ പ്രധാന പദവികളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾ ഈ പദവികളിലെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയിൽ നിന്നും വിട്ടുനിൽക്കുന്ന എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ അമ്മ എന്ന സംഘടന കടക്കുന്നത്. ഈ മാസം 21-ാം തീയതിയാണ് പുതിയ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള മീറ്റിംഗ് ഉണ്ടാവുക, ആദ്യ യോഗം ഉണ്ടാവുക. ആ ആദ്യ യോഗത്തിലെ പ്രധാന അജണ്ടയായി ഈ കാര്യം മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ്. അതായത് 2017 ആ ഒരു സമയത്ത് ഈ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞ കാര്യം അതാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അമ്മ സംഘടന മുന്നോട്ട് പോകും. അത് ഇപ്പോഴുള്ളവരെയും ഒപ്പം തന്നെ മുന്നേ ഈ സംഘടനയിൽ നിന്നും വേർപെട്ടു പോയവരെ ഒക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചാകും ഇനി മുന്നോട്ടുള്ള യാത്ര എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അതിനിപ്പോൾ താൻ ആരോടെങ്കിലും നേരിട്ട് കണ്ടല്ലേ വ്യക്തിപരമായ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ അതിനും താൻ തയ്യാറാണ്. ഒരു മേശയുടെ ഇരുഭാഗങ്ങളിൽ ഇരുന്ന് സംസാരിച്ചാൽ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ സിനിമാ ലോകത്ത് ഉള്ളൂ എന്നും ഈ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ പ്രസിഡന്റ് സ്ഥാനം അതുപോലുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം എല്ലാ